പ്രണയബന്ധങ്ങൾ പ്രണയിനി അല്ലെങ്കിൽ പ്രണയിതാവ് നഷ്ടപ്പെടുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും? അത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് റിക്കവർ ചെയ്യണത്. അത് ഓരോ ഫേസും ആണ് ഓരോരുത്തരുടെ. ചിലവർ അത് മറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ചാടും. അതിന് നമുക്ക് റീബൗണ്ട് എന്ന് പറയാം. അതായത് എനിക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഇമോഷണൽ ഒരു സേഫ് പ്ലേസ് ഉണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെൻറ്റ്, അത് കിട്ടാണ്ടാവുന്ന സ്റ്റേജ് ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇയാൾ മറ്റൊരു സ്ഥലത്തിൽ അഭയം കണ്ടെത്തും. പക്ഷെ അത് ഒരിക്കലും അത് ലാസ്റ്റ് ചെയ്യില്ല. റീബൗണ്ട് റിലേഷൻഷിപ്സ് അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ സംബന്ധിച്ച് അത് റീബൗണ്ടാണ്, പക്ഷെ മറ്റേ ആളെ സംബന്ധിച്ച് അയാളുടെ ചിലപ്പോൾ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ ദിസ് പേഴ്സൺ he or she will be searching for his lover അല്ലെങ്കിൽ her lover in this person, ഈ രണ്ടാമത് വന്നേക്കുന്ന ആളിൽ. പക്ഷേ ദാറ്റ് വോണ്ട് വർക്ക് ഔട്ട്. അപ്പോൾ പെട്ടെന്ന് പുതിയ റിലേഷൻഷിപ്പ് ആവുമ്പോൾ അവിടെയും ഈ ഹൈസ് ഉണ്ട്, ഡോപ്പമൈൻ റഷ് ഉണ്ട്, അഡ്രിനാലിൻ, എല്ലാ തരത്തിലുള്ള ഓക്സിറ്റോസിൻ, എവറി ഹോർമോൺസ് അവിടെ ഹാപ്പി ഹോർമോൺസ് വളരെയധികം ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ലോസിനെ അയാൾ റീപ്ലേസ് ചെയ്യണത് ഈ പുതിയ റിലേഷൻഷിപ്പിൽ വെച്ചിട്ടാണ്. ഇതൊരു കേസാണ് ഞാൻ പറയണത്. പക്ഷെ ഇത് കുറച്ചുകൂടെ ലോങ് ടേം പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ഇതെൻ്റെ വെറും ഒരു ഫാൻറ്റസി ആയിരുന്നു, ഐ ഡോണ്ട് ആക്ച്വലി ഫീൽ എനിത്തിങ് ഫോർ ദിസ് പേഴ്സൺ. പക്ഷേ അവിടെ ഇത് സൈക്കിളാവും. അടുത്ത ആൾക്ക് ഇത് സെയിം ഇത് വർക്കൗട്ട് ചെയ്യുന്നില്ല. അയാളെ സംബന്ധിച്ച് ഇത് അയാളുടെ ഭയങ്കരമായിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇമോഷണലി കൊടുത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇയാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾ റിസോർട്ട് ചെയ്തൊരു കാര്യമായിരിക്കാം റീബൗണ്ട്. പിന്നീടാണ് അയാൾക്ക് ആ ഒരു ബോധം, ഒരു 3 months തന്നെ അത് വരും. അപ്പം അത് പിന്നെയും അടുത്ത ഇയാൾക്ക് ഒരു ഡെസ്പറേറ്റ് സൈക്കിളായിട്ട് മാറും. ഇനി ഈ റീബൗണ്ടിൽ കിടക്കുന്ന സെക്കൻഡ് പേഴ്സണെ സംബന്ധിച്ച് അത് അയാൾക്കൊരു ഭയങ്കര ഒരു ഹേർട്ടാണ്, ഒരു ഹാർട്ട് ഏക്കാണ് പിന്നീട് കുറച്ച് നാളത്തേക്ക്. ചിലപ്പോൾ ചിലർക്കത് മാസങ്ങളോളം നീണ്ടു നിൽക്കും, ചിലർക്ക് വർഷങ്ങളോളം, ചിലർക്കൊരു 5 to 7 years വരെ നീണ്ടു നിൽക്കും. അത് ഓരോരുത്തരും എത്രത്തോളം ഇൻവെസ്റ്റഡ് ആയിരുന്നു, എത്രത്തോളം നമ്മൾ ഒരു ഫ്യൂച്ചർ കണ്ടു, എത്രത്തോളം നമുക്ക് ലോങ് ടേം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻസും നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അനുസരിച്ച് ഓരോരുത്തരുടെയും റിക്കവറി ടൈം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ലവ് ഫെയിലിയർ ഹാർട്ട് ടേക്കിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ എത്ര പറഞ്ഞാലും ഹീ വോണ്ട് അല്ലെങ്കിൽ ഷീ വോണ്ട് അക്സെപ്റ്റ് ദാറ്റ് ഇത് നിന്നു എന്ന്. ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഇത് മനസ്സിലാവുള്ളൂ. ലോസ് അക്സെപ്റ്റ് ചെയ്യില്ല അവർ. ഇല്ല, ഷീ വിൽ കം ബാക്ക് ഓർ ഹീ വിൽ കം ബാക്ക്. കാരണം ഞങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു, അത് ഒരിക്കലും അവന് മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു, ഇതെനിക്കറിയില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാണെന്ന്. ഡീപ് ഡൗൺ ഷീ ഓർ ഹീ വിൽ ബി അവെയർ ദാറ്റ് ഇതില്ല എന്ന്. പക്ഷേ കാലങ്ങളെടുക്കും ചിലപ്പോൾ അത് മനസ്സ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ആ ഒരു സ്റ്റേജിൽ അവർ വളരെ ഹൈലി അൺപ്രൊഡക്റ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒട്ടും ഇൻവോൾവ് ആയിരിക്കില്ല, പെർഫോമൻസിനെയൊക്കെ ബാധിക്കാം. ഇത് വേണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം, ചിലപ്പോൾ ഇവർ ഷെയർ പോലും ചെയ്യില്ല. മിക്കവാറും ഇത് ഷെയർ ചെയ്യാതെ മനസ്സിൽ തന്നെ ഇട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ഒട്ടും സേഫ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ, മാനസികമായിട്ട് സേഫ് അല്ലാത്ത സിറ്റുവേഷനിൽ അവർ മുന്നോട്ട് പോകുന്നു. പിന്നീട് അവരുടെ സോഷ്യൽ ലൈഫിനെയും വർക്ക് ലൈഫിനെയും വീട്ടിലുള്ള അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിനെയൊക്കെ വളരെയധികം നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ഭയങ്കര ഇറിറ്റേറ്റിംഗ്, ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് അവർ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു, ഭയങ്കരമായിട്ട് ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു. അപ്പോൾ റോങ് ആയിട്ടുള്ള, ചിലപ്പോൾ അവർക്ക് ഒട്ടും ഹെൽത്തി അല്ലാത്ത ഡിസിഷൻസൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ തെറപ്പിക്ക് ഉറപ്പായിട്ടും പോകണം. കാരണം പോയി കഴിഞ്ഞാൽ നമുക്ക് അവരേത് സിറ്റുവേഷനിലാണെന്ന് അവർക്കൊരു അവയർനെസ് കിട്ടുള്ളൂ. സി ദാറ്റ് പേഴ്സൺ ഈസ് നോ മോർ ഇൻ യുവർ ലൈഫ്. നിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിന്നു എന്ന ഒരു ബോധ്യം ഒരു ഇവരോട്ട് ബന്ധമില്ലാത്ത ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ലവ് ഫെയിലിയർ കുറച്ച് നാളെടുക്കും, ഓരോരുത്തരുടെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇത് മാറും. നേരത്തെ നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞിരുന്ന ഈ ഓൺലൈൻ ഡേറ്റിംഗ്, ഹുക്കപ്പ് ആപ്സ്, ഇതൊക്കെ ഭയങ്കര കോമൺ ആണല്ലോ. അത് ഈ സിറ്റുവേഷനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് വേറെ സ്റ്റോറിയാണ്. കാരണം അവിടെ ആരും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ കുറച്ച് പേരെ അതിൽ ശരിക്കും ആക്ച്വലി ഇൻവോൾവ് ആയിട്ട് തോന്നുന്നുള്ളൂ.
ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോഴത്തേക്കും ദേ ഹാവ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് കൂടുന്നതനുസരിച്ച് നമ്മൾ സത്യസന്ധത കുറയുന്നല്ല, നമുക്ക് ഈ ആളിൽ എന്തെങ്കിലും ഒരു പോരായ്മയുടെ ഒരു കണിക കണ്ടു കഴിഞ്ഞാൽ അവരോടനെ അവിടുന്ന് നോ 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 നോട്ട് ഫോർ മീ, നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമ്മൾക്കുണ്ട്. നമുക്ക് ആര് വേണമെങ്കിലും മീറ്റ് ചെയ്യാൻ അവർ ജഡ്ജ് ചെയ്യില്ല. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് ഒരു വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഡെപ്ത്, ഇമോഷൻസിന് ഡെപ്ത്, നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ വളരെ പെരിഫറലായിട്ട് മാറും. ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് എന്താ പറയുക, ഒരു ഫിസിക്കൽ തിങ് ആയിട്ട് മാത്രം കൺഫൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അവരൊരു പരിധി കഴിഞ്ഞാൽ ആ ഒരു ഡോപ്പമൈൻ റഷോ എല്ലാം കഴിഞ്ഞ് ആ ഒരു ഹൈ ഒക്കെ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഇതെന്തോ എനിക്ക് തോന്നി, ഇതെന്തോ പറ്റിയതാണ്, അങ്ങനെ ഒരു ഒഴിവ് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറുന്നതാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഇങ്ങനെ സീരീസ് ഒരു സീരീസ് ഓഫ് എന്താണ് ഡേറ്റിങ്ങിലേക്ക് അവരെ പോലെ അറിയാതെ ആ ലൂപ്പിലേക്ക് അവർ വീഴാണ്. കാരണം അവർക്ക് പിന്നെ അത് ഒരു ഹാബിറ്റായി. അപ്പോൾ അവിടെ എന്താ നഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൈം നഷ്ടപ്പെടുകയാണ്. ഡേറ്റ് ചെയ്യണത് മോശം കാര്യമൊന്നുമല്ല. ഡേറ്റ് ചെയ്ത് നമ്മൾ നോക്കണം. നമ്മൾ വി ഷുഡ് നോ ഈച്ച് അതർ അല്ലേ. നമ്മൾ കുറച്ചാണ് സംസാരിച്ച് അവരുടെ കൂടെ ട്രാവലൊക്കെ ചെയ്ത് അവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബട്ട് ദാറ്റ് ഡസൻ മീൻ നമ്മളിങ്ങനെ നമ്പർ ഇഷ്ടംപോലെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈപ്പേ നമ്മൾ മാറിപ്പോവും. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ അത് ബാധിക്കും. അപ്പോൾ ഈ ഒരു ഭയങ്കര പേഴ്സണാലിറ്റീനെ ബാധിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസസ് അനുസരിച്ച് നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഈവൺ ഇഫ് വി ഡോണ്ട് വാണ്ട് ടു, നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മുടെ ഒരു ഓപ്പൺനെസ്സിനെ, നമ്മുടെ ഒരു ക്യൂരിയോസിറ്റീനെ ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യും. കാരണം വി വോണ്ട് ബി ദാറ്റ് ഓപ്പൺ ടു അടുത്ത ആൾക്ക്. നമ്മൾ നമ്മളൊന്ന് ഒരു ഇത് ഇടും. ബേസിക്കലി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറയും. ആ ഒരു ഡീപ്പ് ഇമോഷൻസ് ഒക്കെ റെയർ ആയിരിക്കും ഒക്കെ അറിയാം. ഓക്കെ, ഇഷ്ടംപോലെ ഇത് കംപ്ലീറ്റ്ലി ടേൺ ഇൻ ടു ലോങ് ടേം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലേക്ക് ടേൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ കൂടുതലും അത് ടേൺ ചെയ്യാത്ത വെറുതെ ഒരു കുഴപ്പമില്ല, ദിസ് ജസ്റ്റ് എ ഫൺ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറുന്നുണ്ട്. ഇതൊരു ഫ്യൂച്ചറിൽ വിവാഹങ്ങൾ കുറയാനും ഒക്കെ ഇതൊരു കാരണമാവാൻ. ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കും വിവാഹം വേണ്ട, അല്ലെ എല്ലാവരും ഒരു വിവാഹം വേണ്ട, അതൊരു ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് ലൈഫ് അടിച്ചു പൊളിക്കണം, എനിക്ക് ട്രാവൽ ചെയ്യണം, എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് കുറേ ആംബിഷ്യസ് ആണ്, സക്സസ്ഫുൾ ആവണം, എനിക്ക് എൻ്റെ തന്നെ ഒരു വേൾഡ് കെട്ടിപ്പടുക്കണം, അങ്ങനെ ഒരു തിങ്കിങ് ആണ്. അതായത് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ ഇപ്പൊ സീരിയൽ മോണോഗമി എന്നുള്ള ആൾക്കാർ പറയുന്നത് പെട്ടെന്നൊക്കെ ഡേറ്റ് ചെയ്യുന്നു, പുതിയ എക്സ്പീരിയൻസുമായിട്ട് ജീവിക്കുന്നു. അതിനെന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഓക്കെ, എക്സ്പീരിയൻസ് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതൊരു തിങ്ങാണ്. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാവുന്ന, നമ്മളായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ചിലപ്പോൾ അതൊരു കുട്ടിയായിരിക്കാം, അഡോപ്ഷൻ ഒരു ഓപ്ഷനാണ്, ചിലപ്പോൾ ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ആരെങ്കിലും. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും ഇൻഡിപെൻഡൻ്റ് ഒരു വലിയൊരു പോയിന്റാണ്. നമുക്ക് ട്രാവൽ ചെയ്യാം, നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ തിങ്ങില്ല. പക്ഷേ സം പോയിന്റ് ഓഫ് ലൈഫ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഒരു മീനിങ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. എന്തിന് കുറേയൊക്കെ ആൾക്കാർ പറയും പാർട്ടി ചെയ്യണം, ട്രാവൽ ചെയ്യണം, ഇതൊക്കെ ചെയ്ത് അവസാന ഒരു സമയമെത്തുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആക്ച്വലി വേർ ആം ഐ ഗോയിങ്, നമ്മൾ എങ്ങോട്ടാണ് പോണത്? നമ്മൾ കൗച്ചിലിരുന്നിട്ട് ഒരു നല്ലൊരു ഷോ കാണാണ്, ഇവിടെ ആരെങ്കിലും ഒരു ജീവനുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ നമ്മളത് പ്രിഫർ ചെയ്യാൻ വീൽ സ്റ്റാർട്ട്. അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ടോ? തെറപ്പിയിലൊക്കെ കാണാറുണ്ടോ? എന്താണ് അവരുടെ സ്റ്റോറി? അവരുടെ സ്റ്റോറി കുറേ ബാക്ക് ഫയറിങ് ഒക്കെ സംഭവിച്ച് ആൾക്കാർ, ഇപ്പോൾ നമ്മൾ പറയണ പോലെ തേച്ചിട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാർ,
അവർ കുറേയൊക്കെ റിലേഷൻഷിപ്പിലേക്ക് കുറേ ലവ് ആൻഡ് എഫെക്ഷൻ കൊടുത്തിട്ട് തിരിച്ച് അത് റെസിപ്രോക്കേറ്റ് ചെയ്തിരുന്ന മാത്രമല്ല കുറെ ദ്രോഹവും കുറേയൊക്കെ അവർക്ക് കുറേ മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇനി ഇതൊന്നും വേണ്ട, ദിസ് ഇസ് നോട്ട് മെന്റ് ഫോർ മീ, ഐ എം സംതിങ്, ഞാൻ വേറെ ഇതിലേക്കാണ് പോണത് എന്ന് അവർ സ്വയം വിശ്വസിപ്പിച്ചിട്ട് അവർ ട്രാക്ക് മാറി സഞ്ചരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണെങ്കിലും അവർക്കൊരു പാർട്ട്ണർ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും നമുക്ക് പാസ്റ്റിലുണ്ടായ ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു സേഫ് ഒരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പിയർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോളോ ജീവിച്ച് പല സ്ഥലങ്ങളിൽ പോയി ആൾക്കാരുമായിട്ട് അവിടെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന അതൊക്കെ ഒരു ചോയ്സാണ്. നമ്മുടെ ചാർലിയിലെ ദുൽഖർ സൽമാൻ ചെയ്യുന്ന പോലെ പലരുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണ്. പുള്ളി അന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വളരെ ഒട്ടും ജീവനില്ലാതിരുന്ന, ഒട്ടും ഒരു എനർജി ഇല്ലാതിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവർക്കൊക്കെ ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും അവർക്കൊക്കെ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തുകയാണ്. അങ്ങനെ ട്രാവലേഴ്സ് ഉണ്ട്, സോളോ ട്രാവലേഴ്സ് ഉണ്ട്, ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മീനിങ് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനും അവരുടെ മാത്രം ഡിസിഷൻസും ആണ്. അതായത് ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു സ്പൗസ് ലോങ് ടേം ഉണ്ടാവണം, ഫുൾഫിൽമെന്റിന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിർബന്ധമില്ല. ഫുൾഫിൽമെന്റ് നമുക്ക് അത് നമ്മുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. നമുക്ക് എവിടെ നിന്നാണ് ഹാപ്പിനെസ് കിട്ടുന്നത്? നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, അവര് അവിടെ വൃത്തിയാക്കി തുടച്ച് വളരെ മീനിയറായിട്ടുള്ള ക്ലീനിങ്ങും അതൊക്കെ ചെയ്ത് അവസാനം അവർ വൃത്തിയായിട്ട് കുളിച്ച് വന്ന് അവർ ദൈവത്തിന് അർച്ചനയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് സാക്ഷാത്കാരം കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ട്, അങ്ങനെയും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അവരുടെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്. നമ്മൾ പല ഗസ്റ്റിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്ത്രീക്കും പുരുഷനും സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുമോ? ഒരു പോയിന്റ് വരെ. ഏതാണ് ആ പോയിന്റ് വരെ സുഹൃത്തുക്കളായിരിക്കാൻ പറ്റും. പക്ഷെ ചില പോയിന്റുകളിൽ മനസ്സിലാവും ഇത് സുഹൃത്ത് ബന്ധത്തിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന ക്യൂസ് അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പിന്നെ നമ്മുടെ ചോയ്സാണ്, അതിന് നമുക്ക് ബ്രഷപ്പ് ചെയ്ത് അതിന് ചോറ് കൂട്ടണോ അതോ കൃത്യമായിട്ട് തുറന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഇമോഷൻസ് ഉണ്ട് പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യില്ല, വർക്കൗട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും, അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് അതിനെ പാച്ചപ്പ് ചെയ്യുന്നത് അതും ഉണ്ട്. പാച്ചപ്പ് മീൻസ് അങ്ങനെ ഒരു ഇമോഷൻസിനെ നമ്മൾ അഡ്രസ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അഡ്രസ് ചെയ്യരുത്. പിന്നെ അത് പിന്നീട് അതിൽ നിന്നൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതിനൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ലോങ് ടേമിലേക്കോ കമ്മിറ്റ്മെന്റിലേക്കോ ഉറപ്പായിട്ടും പോവുകയും ചെയ്യാം. അപ്പം പൊതുവെ ഈ വിവാഹിതരായ ആളുകൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഫ്രണ്ട്സ് അപകടമാണോ? ഒരു പരിധി കഴിഞ്ഞാൽ വിവാഹത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ അപകടമാണ്. എങ്ങനെ നമ്മുടെ ഭാര്യയോ ഭർത്താവോ നേരത്തെ ഒരു ഹെൽത്തി പൊസസീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് എ ഹെൽത്തി ബൗണ്ടറി. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെ നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി വെക്കണം. ദാറ്റ് ഷീ ഓർ ഹീ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി അതർ പേഴ്സൺ. സി ഐ എം ഓക്കെ വിത്ത് എവറിത്തിങ് യു ഡു, പക്ഷേ എനിക്ക് സർട്ടൺ തിങ് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ്, ഐ വിൽ ഫീൽ ബാഡ് എന്നൊരു തിങ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. If he respects this marriage and if he respects this relationship, ഉറപ്പായിട്ടും he or she will make sure that it is done. അത് ഒരിക്കലും അവർ ക്രോസ് ചെയ്യില്ല. അപ്പോൾ ഒരു പരിധിവരെ ഇഫ് വി നോ അവർ ലിമിറ്റ്സ് നമുക്ക് അതുകൊണ്ട് ഒട്ടും പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. ലിമിറ്റ്സ് അറിയാതെ അവിടെ എന്തെങ്കിലും ഇമോഷൻസിന് ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെ നല്ലോണം ചൊറുട്ടി വളർത്തിയാലേ പ്രശ്നങ്ങളാവുള്ളൂ, അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല.